നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ ഇട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വേദ വരുണിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിനെ ചന്ദ്രശേഖരനെ കണ്ടു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. കാരണം ഇവരാണോ ഇതിന്റെ പിന്നിൽ ഒരു നിമിഷം വേദ സംശയിച്ചു. ശ്രീനിവാസൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയായിരുന്നു വേദയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ. വാസുവിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വേദയുടെ ചേട്ടനും അവിടെ ഉണ്ടെന്ന് ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് വേദ ശ്രീകാന്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് വേദ പറഞ്ഞു, ഒരു മരണവീടായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാനിപ്പോ തരായിരുന്നു. എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇവിടെ വെച്ച് ഞാനൊന്നും പറയണില്ല എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, അവളെ സൂക്ഷിക്കണം ശ്രീകാന്തെ, കാരണം അവൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച മട്ട അറിയാലോ. വിക്രത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ല അവൾക്ക്. ഇപ്പോഴവളൊന്നും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അതിന്റെ വ്യക്തമായി എന്തെങ്കിലും കാരണം കാണുമെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അവൾക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല അച്ഛാ. അവൾക്കിട്ടുള്ള പണി എന്താണെന്ന് തുടങ്ങിക്കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവൾക്ക് വീട് വിട്ടു പോകാനൊന്നും പറ്റില്ല, വിക്രത്തെ രക്ഷിക്കാനും പറ്റില്ല. അതുപോലത്തെ ഒരു പൂട്ടല്ലേ നമ്മൾ വെച്ചിരിക്കണേന്ന് പറഞ്ഞു. ആ സമയത്ത് വേദ വരുണിനെ കാണാൻ ചെല്ലുമ്പോഴത്തേനും ദീപ്തി അലമുറയിട്ട് കരയുമായിരുന്നു. വരുണിന്റെ ആ ദേഹത്തേക്ക് വീട് കടന്നിട്ട് വല്ലാത്തൊരു വിഷമായിരുന്നു ദീപ്തിക്ക്. വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ് വേദയെ. പക്ഷെ വേദയൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോഴേക്കും രേണു പറഞ്ഞു, എന്നാലും വേദേ, വിക്രം ഇങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, എന്തിനു വേണ്ടി അവനത് ചെയ്ത്? എൻ്റെ മോനെ കൊന്നു കളഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലമുറയിട്ട് കരയാം. അപ്പോഴേക്കും ദീപ്തിയെ വേദ പോയി പിടിച്ചിട്ട് വാ ദീപ്തി, വാ മോളെ എന്നൊക്കെ പറയണം. എന്നെ വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞു ദീപ്തി കടന്ന് അലറുവാണ്. വരുണിന്റെ മുഖത്തേക്ക് ഒന്നേ വേദ നോക്കിയുള്ളൂ. വേദയ്ക്ക് അത്ര സങ്കടമായിപ്പോയി. അപ്പോഴേക്കും രേണു പറഞ്ഞു, അതെ നീ ഒന്ന് പോയി തരാമോ വേദ, കാരണം വേദയോടും ദേഷ്യമായിപ്പോയി. വാസവൻ അങ്ങോട്ടേക്ക് വന്നു. വാസവൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കാതെ നീ പോയിക്കോ അവിടുന്ന്. നീയും അവനെല്ലാവരും കൂടെ ചേർന്നിട്ടാ എൻ്റെ മകനെ ഈ പരുവാക്കിയത്, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം വേദ അവരൊക്കെ തെറ്റിദ്ധരിക്കുകയോ ചെയ്തേ. വേദയ്ക്കും അതിനകത്ത് പങ്കുണ്ട്, വിക്രത്തിനും പങ്കുണ്ടെന്ന് കരുതിയിട്ട് ദീപ്തിയെ വിളിച്ചിട്ട് ദീപ്തി വരാൻ കൂട്ടാക്കിയില്ല. ഒരു വിധത്തിലാണ് വേദ ദീപ്തിയെ കൊണ്ട് അടന്നു പോരുന്നത്. ദീപ്തിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് സഹിച്ചില്ല. വേദ ദീപ്തി എങ്ങനെയെങ്കിലും ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ ദീപ്തി അടുത്തില്ല. ദീപ്തി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് ക്രൂരത എന്നോട് ചെയ്യണ്ടായിരുന്നു വിക്രമേണ്ണ. ഞാൻ അതിന് മാത്രം എന്താ തെറ്റ് ചെയ്ത് നിങ്ങളോട്? എൻ്റെ അടുത്ത് വന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കാന്ന്. എന്നിട്ടോ മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഞങ്ങളെ ഒന്നിപ്പിക്കാന്ന് പറഞ്ഞിട്ട് വരുണിനെ കൊന്നു തള്ളിയില്ലേ. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കറിയാം ഇതിന്റെ പേരിൽ വിക്രമേടൻ തന്നെയാ. പക്ഷെ എനിക്ക് സംശയം വേദേച്ചിക്ക് ഇതിനകത്ത് പങ്കുണ്ടോന്നാ. വേദയ്ക്ക് അത് കേട്ടപ്പോൾ സഹിച്ചില്ല. വേദ ഒരു വിധത്തിലാണ് ദീപ്തിയെ കൊണ്ട് വീട്ടിലേക്ക് പോരുന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി മുറിയിലേക്ക് കയറി കഥ കടച്ചിരുന്ന് പൊട്ടിക്കരയുവാണ്. ദീപ്തി ആകെപ്പാടെ വല്ലാതെ പാനിക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേദ നേരെ പത്മേരുടെ അടുത്തേക്ക് വന്നു. പത്മേരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഈ സൂക്ഷിക്കണം, കാരണം ദീപ്തിയുടെ മനസ്സ് ആകെപ്പാടെ കലങ്ങിയിരിക്കുക. വരുൺ മരിച്ച അവൾക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. ചിലപ്പം ഇനി അവൾ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സ്വഭാവം അവളുടെ. അമ്മാതിരി ഒരു അവസ്ഥയിലൂടെ അവൾ കടന്നു പോയിക്കൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ഞാൻ പത്മ പറഞ്ഞു, എല്ലാത്തിനും കാരണം വിക്രമല്ലേ അവനെ ഇല്ലാതാക്കിയെന്നൊക്കെ പറഞ്ഞു. വേദയ്ക്ക് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേദ പറഞ്ഞു, വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ, എനിക്ക് ഉറപ്പുണ്ട്. വിക്രത്തിന് ഒരാളെ കൊല്ലാനൊന്നും പറ്റില്ല. ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ കളികളുണ്ടെന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്നേ. ശ്രീകാന്തിന്റെ വരവിന് വേണ്ടി വേദ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ അങ്ങോട്ട് ചെന്നു ശ്രീകാന്തിന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കിട്ടിയ അവസരം നന്നായിട്ട് വിനിയോഗിക്കുമല്ലേ. വിക്രമാണ് ഈ പറയുന്ന വാസവന്റെ മോൻ വരുണിനെ കൊന്നേന്ന് നിങ്ങളെല്ലാരും കൂടെ വരുത്തി തീർക്കുമല്ലേ. അത് കേട്ടിപ്പോ ശ്രീകാന്ത് പറഞ്ഞു, വരുത്തി തീർക്കുന്നൊന്നുമല്ല, സത്യാവസ്ഥ അതല്ലേന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, വേണ്ട കൂടുതൽ പറയണ്ട, ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം നിങ്ങളുടേത് എനിക്കറിയാം. സ്വന്തം ചേട്ടനാ ചോരയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെ ഞാൻ വെറുതെ വിടാനും പോകുന്നില്ല. വിക്രത്തിന്റെ തലയിലേക്ക് കുറ്റം കെട്ടിവെക്കാനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ ചെയ്യിച്ച ഒരു കാര്യമാണെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്ങനെ വരുണിനെ ഇല്ലാതാക്കണം, അതോടുകൂടിയിട്ട് ദീപ്തിയെ വേറെ കല്യാണം കഴിപ്പിച്ചു വിടാലോ. അതിനും മുതലാത്തുള്ള ശ്രീയേട്ട നിങ്ങൾ, എനിക്കതൊക്കെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ള. സ്വന്തം പെങ്ങളുടെ കണ്ണീര് കണ്ടാലും കുഴപ്പമില്ല. വരുണിനെ കൊല്ലണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നേ. അങ്ങനെ എന്തേലും ആണെങ്കിൽ ഈ വേദ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്യാം.
നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേദേ. വിക്രം അധികം വൈകാതെ തന്നെ അകത്താവും. ഇനിയിപ്പം അവനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം അകത്തായില്ലെങ്കിലും വാസവൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വെറുതെ വിടത്തില്ല. വാസവൻ അവനെ പിടികൂടുക തന്നെ ചെയ്യും. അവനെ ഇഞ്ചിഞ്ചായിട്ട് തീർത്തു വിടും. ജയിലിലേക്ക് പോലും അവനെ പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അതേ സമയത്ത് കമലയ്ക്കും മാഷിനും നല്ല സങ്കടമായിരുന്നു. വിക്രം ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ വിക്രം ഒളിവിൽ പോയേക്കുക. അവനെക്കുറിച്ചൊരു വിവരമില്ല. കമല ആഹാരം പോലും കഴിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ അങ്ങോട്ട് വന്നു. ശ്രീജ വന്നിട്ട് പറഞ്ഞു, അമ്മ എഴുന്നേറ്റ് ആഹാരം കഴിക്കാനൊക്കെ വിളിക്കുകയാണ്. കമല പറഞ്ഞു, വേണ്ട മോളെ, എനിക്ക് വിശക്കുന്നില്ല, നിങ്ങൾ കഴിച്ചോളാൻ പറയണം. അമ്മ ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതിരുന്ന് എങ്ങനെ ശരിയാണേന്ന് വെച്ചു. അപ്പോഴേക്കും മാഷും കൂടെ അങ്ങോട്ട് വന്നു. മാഷ് വന്നിട്ട് കമല പറഞ്ഞു, എഴുന്നേക്ക് കമലെന്നൊക്കെ പറഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കണം. നീ ഇങ്ങനെ കരഞ്ഞു നടന്ന് കിടന്നാലോ? അവനങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. അവനത് ചെയ്യാനും കഴിയില്ല. മുമ്പായിരുന്നു ഞാനത് പറഞ്ഞാലും. പക്ഷെ എനിക്കിപ്പോൾ അവന് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. നന്ദിനി വന്നിട്ട് പറഞ്ഞു, അതിലെന്താ ഉറപ്പിരിക്കുന്നേ? അവനെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ഒരു തെറ്റും ചെയ്യാതെ എന്താണെങ്കിലും വിക്രം ഒളിവിൽ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ആ ശ്രീനിവാസന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പുളിക്കിനെ കണ്ടെന്നല്ലേ പറഞ്ഞ് വിക്രമാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷോട്, നീ മിണ്ടരുത് പറഞ്ഞു കേട്ടല്ലോ. ഒരക്ഷരം പോലും മിണ്ടിയേക്കളെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഇതേ സമയത്ത് വേദയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. വേദ പിന്നീട് അനിയൻകുട്ടനെ വിളിക്കുന്നുണ്ട്. അനിയൻകുട്ടനെയൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ്. അനിയൻകുട്ടനെ അതുപോലെ രാജേട്ടനെയൊക്കെ വിളിച്ചു. കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. അപ്പോഴാണ് വേദയെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. വിക്രത്തിനകത്ത് ഒരു പങ്കുമില്ല. ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദയെ കണ്ടു കഴിഞ്ഞപ്പം വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ആ സമയത്ത് വിക്രം ക്ലബിലായിരുന്നെന്ന്. അപ്പോൾ ഇത് മനഃപൂർവ്വം വിക്രത്തിനെ പൂട്ടിയതാന്നുള്ള കാര്യം വേദയ്ക്ക് മനസ്സിലായി. പക്ഷേ വിക്രത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. അവൻ ഒളിവിൽ പോയിരിക്കുവാണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വേദ കോള് കെട്ടിയുന്നത്. എങ്ങനെയെങ്കിലും വിക്രത്തിനെ കണ്ടെത്തുമായിരുന്നെങ്കിൽ അവനെ രക്ഷിക്കാൻ പറ്റിയാനും. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് വിക്രത്തിനോടൊപ്പം നല്ലൊരു ജീവൻ നയിക്കാന്ന് കരുതി വേദ ഇരുന്ന അപ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതേസമയത്ത് ശ്രീനിവാസനെ കാണാനായിട്ട് രാജേട്ടനൊക്കെ ചെല്ലുന്നുണ്ട്. രാജേട്ടനൊക്കെ ചെന്നിട്ട് ശ്രീനിവാസനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വിക്രത്തെ എങ്ങനെയും രക്ഷിക്കണം ശ്രീനി സാറേ. ഒരിക്കലും വിക്രം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിക്ക് എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞെന്ന് അറിയത്തില്ല. ശ്രീനിവാസൻ പറഞ്ഞു, പേടിക്കണ്ട, വിക്രം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനൊരു പോർല് പോലും വിലക്കാതെ നമുക്ക് നോക്കണം. അവനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ പറ്റില്ല, അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശ്രീനിവാസന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ സമയത്ത് സുധ വന്നിട്ട് ശ്രീനിവാസനോട് പറഞ്ഞു, ശ്രീനേട്ട ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ശ്രീനേട്ടൻ രാഷ്ട്രീയ ജീവിതം കൂടെ പോകുന്നേ. ഇലക്ഷന് നിൽക്കുമല്ലേ, മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ വിക്രത്തെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചടിക്കും. ശ്രീനേട്ടൻ ചിലപ്പോൾ ഇലക്ഷന് തോറ്റെന്ന് വരും. അതുകൊണ്ട് വിക്രത്തിന്റെ കാര്യത്തിൽ ഇപ്പം ശ്രീനേട്ടൻ എന്താണെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കുന്നത് നല്ലത്. വിക്രത്തെ ഇപ്പം തള്ളിക്കളയാൻ നല്ലതെന്നൊക്കെ സുധ വന്ന് പറഞ്ഞു. ശ്രീനിവാസൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇനിയിപ്പം വിക്രത്തെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് ചിലപ്പോൾ പരാജയം സംഭവിക്കുമെന്നൊരു തോന്നൽ. ഇലക്ഷൻ ടൈമല്ലേ, ആൾക്കാരൊക്കെ തിരിഞ്ഞു കുത്തിയാലോ വരുണ്ട ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ടായിരുന്നു. അതേസമയം വിക്രം ഒളിവിലായിരുന്നു. പക്ഷേ എങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ടും വിക്രത്തെക്കുറിച്ചൊരു അറിവും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ വാസവൻ എന്ത് ചെയ്തു, നേരെ മാഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മാഷിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് മാഷിനെ ബാക്കി എല്ലാവരെയും കൂടെ പേടിപ്പിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് അവൻ എവിടെയാണെന്ന് പറഞ്ഞോണം, നിങ്ങൾക്കറിയാം അവൻ എവിടെയുണ്ടല്ലോ അവനെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാഷിനെ പിടിച്ചിട്ട് കോളറിന് കുത്തിപ്പിടിച്ച് മാഷിനെ അടിക്കുവാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന് വിനായകൻ തടഞ്ഞു. വിനായകനെ അടിച്ചിടുവാണ്. വിനായകൻ അയ്യോ പൊത്തോന്ന് പറഞ്ഞ് താഴേക്ക് ഇവിടെ കിടന്ന് കരയോടെ. ഇത് കണ്ടുകൊണ്ട് വന്ന് നന്ദിനിയൊക്കെ ഞെട്ടിപ്പോയി. പിന്നീട് വാസവൻ പറഞ്ഞു, ഒന്നിനെ ഞാൻ വെറുതെ പെടുത്തില്ല, മര്യാദയ്ക്ക് അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ ഈ വീടിന് തീയിടും. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, എനിക്കൊരൊറ്റ മോനെ ഉണ്ടായിരുന്നുള്ളൂ, അവനാണ് ഇല്ലാതായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും കത്തിച്ചാമ്പലാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. പിന്നീട് വാസവൻ്റെ അടുത്ത് നിന്ന് മാഷി കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ. പക്ഷെ വാസവനൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. മാഷിനെ വീണ്ടും പിടിച്ച് തല്ലാൻ തുടങ്ങണം. അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് ഓടി വരുന്നത് ഈ കാഴ്ച കണ്ടു. കമലയ്ക്ക് സഹിച്ചില്ല. കമല പറഞ്ഞു, അയ്യോ മാഷിനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമലയെ പിടിച്ചൊരു തള്ളുവാണ്. കമല അങ്ങോട്ട് തലയടിച്ച് വീണു. പിന്നീട് വാസുവനം കൂടെ പോവാണ്. പക്ഷേ എങ്കിൽ കമല വീഴുന്നുണ്ടെങ്കിൽത്തേനും മാഷ് ശ്രീജെല്ലാം കൂടെ ഓടി വന്ന് കമലയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പക്ഷെ അപ്പോഴത്തേനും കമലയുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്ത് ചെയ്യണം എന്നൊരു നിമിഷം പതിരിപ്പോയി. പിന്നീട് നേരെ കമലയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.